അപ്പോഴേ ഈ വർഷത്തെ എൻ്റെ മഞ്ഞൾ കൃഷിയാണ് വളരെ പരാജയമായിപ്പോയി. കൃഷി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് കിട്ടി ഇതൊക്കെ വലിയ ഇത്രയും ആയി കിട്ടേണ്ട സാധനങ്ങളാണ്. വലിയ കനത്തിൽ വലിയ ഇത്രയും ഉണ്ടായിട്ട് കിട്ടേണ്ട സാധനങ്ങളാണ്. ഇപ്പം ഈ വർഷം ഇങ്ങനെ ആയിപ്പോയി. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്തോ. ഒരിക്കൽ എൻ്റെ ഇഞ്ചി കൃഷിയൊക്കെ പുഴുവെടുത്തു പോയി. അപ്പോഴാണ് വയനാട്ടിൽ നിന്ന് ഇഞ്ചി കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വയനാട്ടിലെ ഇഞ്ചി കൃഷിയൊക്കെ പുഴുവെടുത്തെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഈ കൊല്ലം ജില്ലയിലെ ഇതിപ്പം ഞാൻ കൊല്ലം ജില്ലയാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ കാലാവസ്ഥയും ഒന്നുമല്ല, മണ്ണും ഒന്നുമല്ല വയനാട്ടിൽ. പിന്നെ അവിടുത്തെ പുഴുവെടുത്തപ്പോൾ ഇവിടെ എന്താണ് പുഴുവെടുത്തത് ഞാനന്ന് ആലോചിച്ച്. നീ കിട്ടിയില്ലായിരുന്നു അന്ന്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വിത്തിന് നോക്കി എടുക്കാം. ഉള്ളത് ഈ വലിയ നല്ല സൈസ് നോക്കി വിത്തിനെടുക്കണം. വിത്തിന് നമ്മൾ കുരുടൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങോട്ട് വിത്തിന് മാറ്റാം. ഇപ്പോൾ ഈ മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്തിടുന്നത് നല്ലതാണ്. എനിക്ക് എല്ലാ വർഷവും ഒരു വർഷത്തെ മഞ്ഞൾ കിട്ടും. ഒരു വർഷം അരയ്ക്കാനുള്ള മഞ്ഞൾ കിട്ടും. ഈ വർഷം ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ വാങ്ങിയാണ്. അല്ലാതെ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെട്ടിയെടുക്കാനും താമസിച്ച്. പിന്നെ ഈ മഞ്ഞൾ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ സ്ഥാനം നോക്കിയൊക്കെയാണ് ഓരോരുത്തർ ഇടുന്നത്. അപ്പം ഞങ്ങൾക്ക് നമ്മൾ കൃഷി ചെയ്യുന്നതിന് സ്ഥാനമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ മഞ്ഞൾ പൂത്തൂടെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറയാം. എൻ്റെ വീട്ടിൽ മഞ്ഞൾ പൂത്തുവിടാന്നല്ല, മഞ്ഞൾ പൂത്തപ്പോൾ എനിക്ക് 2 കൊല്ലം മുമ്പായിരുന്നു. എന്തോ ഒന്ന് അറിയാൻ വയ്യ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ട വീട്ടിൽ മഞ്ഞൾ പൂത്തത്. അങ്ങനെ ഞാനൊരു ചാനലിൽ മഞ്ഞളിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ എഴുതി ചോദിച്ച്, മഞ്ഞൾ പൂക്കുന്നത് ഗുണമാണോ ദോഷമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ കമൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ മഞ്ഞൾ കയ്യിൽ നിന്ന് പോകുന്നത് കാണുന്നത് തന്നെ ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. പിന്നെ പൂക്കുന്ന കാര്യം പറയണമെന്നാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ചേച്ചി മരിച്ച്, മാമൻ്റെ മോള്. അവരെ വീട്ടിൽ മരണത്തിന് ചെന്നപ്പോഴാണ് അവിടെ മുറ്റത്ത് 3-4 സ്ഥലത്ത് മഞ്ഞൾ പൂത്ത് കിടക്കുന്നു. അപ്പം ഞാൻ അവിടെ നിന്നവരോട് ചോദിച്ചാൽ പറഞ്ഞു, അയ്യോ മഞ്ഞൾ പൂത്തൂടാ. എല്ലാവരും തലയാട്ടി കാണിച്ച് പൂത്തൂടാ എന്നുള്ളത്. അങ്ങനെ ഞാനങ്ങ് വിഷമിച്ച് പിന്നെ വീട്ടിൽ വന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് പിന്നെ 2 മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാം പറമ്പിൽ അവട്ട് നടന്നു ചെന്നപ്പോഴത്തേക്ക് മഞ്ഞളൊക്കെ ഇട്ടിരിക്കുന്നിടത്തോട്ട് നടന്നു വന്നപ്പോൾ അവിടെ ഒരെണ്ണം പൂത്തിരിക്കുന്നു. ഞാൻ ഓടിച്ചെന്നങ്ങ് ഒടിച്ചു കളഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് ഈ വെട്ടാത്ത മഞ്ഞൾ പൂക്കും. അതിന് ഗുണവും ദോഷവും ഒന്നുമില്ല. പക്ഷേ സത്യത്തിൽ മഞ്ഞൾ പൂത്ത അവിടത്തെ ഇത് കണ്ടതിന് ശേഷം മഞ്ഞൾ പൂത്ത കണ്ടപ്പോൾ ഞാനങ്ങ് വല്ലാതെ പേടിച്ചു പോയി, വിഷമിച്ച്. ഇനി എന്തോ വല്ലതും വരാനാണോ എന്നുള്ള ഇതിൽ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ വെട്ടാത്ത മഞ്ഞൾ പൂക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടെ എടുത്തു പറയാണ്, വെട്ടാത്ത മഞ്ഞൾ പൂക്കും. അതല്ലാതെ അതിനകത്ത് ഗുണവും ദോഷവും ഒന്നുമില്ല എന്നും പറഞ്ഞ് നമ്മൾ കൃഷി ചെയ്യാതിരിക്കുകയും അത് ഇട്ട മഞ്ഞൾ ഒന്ന് പൂത്ത് കഴിഞ്ഞാൽ ദോഷമായിട്ട് ഭാവിക്കുകയും ഒന്നും വേണ്ട. പിന്നെ മഞ്ഞളിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പച്ചമഞ്ഞൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്വർണം കിട്ടും. അത് നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന പുഴുങ്ങി ഉണക്കിയ മഞ്ഞളാണ്, കട്ട മഞ്ഞളാണ് കാണുന്നതെങ്കിൽ നമുക്ക് പഴയ സ്വർണം കിട്ടും. അങ്ങനെ മഞ്ഞളാരും കാണത്തില്ല. കണ്ടു കഴിഞ്ഞാൽ സ്വർണം കിട്ടിയിരിക്കും. സ്വപ്നം കാണണം. അതൊരു അച്ചിട്ട് കാര്യമാണ്. പിന്നെ വേറെ വലുതായിട്ടൊന്നും പറയാനില്ല. എല്ലാ കൃഷിയും എന്ന് പറഞ്ഞാൽ എന്നും ഒരുപോലെ കിട്ടൂല നമുക്ക്, നമ്മൾ വിചാരിക്കുന്ന കണക്ക്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ കൃഷി വളരെ മോശമായിപ്പോയി. എനിക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മഞ്ഞൾ കൃഷി. ഇനിയിപ്പോൾ എനിക്ക് വാങ്ങിച്ചെങ്കിൽ മേടിക്കണം മഞ്ഞൾ. അല്ലാതെ നമ്മളിതുപോലെ കൃഷി പലതും ഇതുപോലെ ഇഞ്ചി ആയാലും മഞ്ഞളായാലും ഓരോന്നും ഇതുപോലെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അടുക്കളയിലെ ആവശ്യത്തിന്, നമ്മളെ സ്വന്തം ആവശ്യത്തിന് കിട്ടും. അതിനുവേണ്ടിയാണ് കൃഷി ഇതുപോലെയൊക്കെ ഇട്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പണി കിട്ടും. അപ്പോൾ ഈ വർഷത്തെ മഞ്ഞൾ പണി തന്നു. ഇപ്പോഴടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ പ്ലീസ്.